ഫീസ് ഒരുപാട് വിവാദങ്ങളുണ്ട് മാധ്യമങ്ങളിൽ മുഴുവൻ. ഈ ഒരു പ്രശ്നങ്ങളെ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടോ? അതോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെ നേരിടും? വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ എങ്ങനെയാണ് നിങ്ങളോട് ഈ വിഷയത്തിൽ, ഈ പ്രശ്നത്തിൽ നിങ്ങളോട് എങ്ങനെയാണ് എത്തുന്നത്? നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങളെ നേരിടുക? ആക്ച്വലി ഈ ഇൻസിഡൻസോ ഈ പ്രശ്നം നമ്മളെ ബാധിച്ചിട്ടില്ല, ഒരിക്കലും ബാധിച്ചിട്ടില്ല. ബിക്കോസ് വി നോ വാട്ട് എക്സാക്ട്ലി വി ആർ ഡൂയിങ് ഇൻ ആർ സ്കൂൾസ്. പിന്നെ പാരൻസിൻ്റെ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട്. പാരൻസും ആവട്ടെ, ടീച്ചേഴ്സും ആവട്ടെ, നമ്മുടെ എല്ലാം നോൺ മുസ്ലിംസ് ആവട്ടെ, മുസ്ലിം പാരൻസ് ആവട്ടെ, എല്ലാം ടീച്ചേഴ്സും നോൺ മുസ്ലിം ടീച്ചേഴ്സും മുസ്ലിം ടീച്ചേഴ്സിനും സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ് ഇസ് ദേർ ഫോർ അസ്. ഫുൾ കോപ്പറേഷൻ ഇസ് ദേർ ഫോർ അസ്. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈ ഒരു മീഡിയ പീപ്പിൾ ഇങ്ങനെ എഴുതി ചെയ്തിട്ടുള്ളത് ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് അഫക്റ്റിംഗ് അസ് എനിവെയർ. അപ്പോൾ ആൻഡ് ദ മെയിൻ തിങ് ഇസ് വി ആർ വെയിറ്റിംഗ് ഫോർ ദ 10th സ്റ്റാൻഡേർഡ്. ആ 10th സ്റ്റാൻഡേർഡ് റിസൾട്ടാണ് നമ്മളുടെ മെയിൻ ഔട്ട്പുട്ടാണ് അത്. ആക്ച്വലി നമ്മുടെ കുട്ടികളുടെ ഔട്ട്പുട്ടാണ് ഈ 10th സ്റ്റാൻഡേർഡ്. ആൻഡ് ഐ ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ദാറ്റ് ഇൻഷാല്ലാ our children will come up in flying colors in 10th standard, and that is going to open the eyes of all the people over here. ശരിക്കും ഞങ്ങളിതിനെ പീസ് ഫാമിലി എന്നാണ് വിളിക്കാറുള്ളത്. ഈ പീസ് ഫാമിലിയുടെ യൂണിറ്റി ഞങ്ങൾ ഒന്നുകൂടെ അനുഭവിച്ചറിഞ്ഞു. ഇത്തരം പ്രശ്നങ്ങൾ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ്, ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതില് ഞങ്ങള് സത്യത്തിന് നിരക്കാത്ത ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ ആ സത്യം വിജയിക്കുക തന്നെ ചെയ്യും. ഒരൊറ്റ കാര്യത്തിലെ കുറച്ചൊരു നിരാശയുള്ളൂ. പത്രപ്രവർത്തനം എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ്. അതില് സത്യത്തെ മൂടി വെക്കാനും എന്താ പറയാ, ബോധപൂർവമായിട്ട് നമ്മളെയൊക്കെ മോശമാക്കി കാണിക്കാനും വേണ്ടിയിട്ട് കുറെ പേര് ബോധപൂർവം ശ്രമിക്കുന്നുള്ളൂ. ആ ഒരു വിഷമം മാത്രമാണ് ഇതിലുള്ളത്. Otherwise, we are all happy. We are very hopeful about the future of our students.